നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൈവളികെ പഞ്ചായത്തിൽ കഴിഞ്ഞ 9 മാസമായിട്ടും ഇല്ല. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലെ അഭിജിത്തിനെ റെയിൽപാളത്തിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ 30-ന് ചട്ടഞ്ചാലിൽ 10,000 പ്രതിനിധികളടക്കം 1,00,000 പേർ സമ്മേളനത്തിനെത്തും. തുളു കലണ്ടർ കാലക്കോന്തയുടെ പുതിയ പതിപ്പിന്റെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്നു. തുളുലിപി പാഠപുസ്തകവും പുറത്തിറക്കി. ശിരിബാഗിലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ നാടിന് സമർപ്പിച്ചു. പത്മവിഭൂഷൺ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റിയിൽ കരാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതായി സംയുക്ത സമരസമിതി. ചില ഉദ്യോഗസ്ഥരും ജില്ലാ ലേബർ ഓഫീസറും ഇതിന് കൂട്ടുനിൽക്കുന്നതായും നേതാക്കൾ. വാർത്തകൾ വിശദമായി. പൈവളികെ പഞ്ചായത്തിൽ കഴിഞ്ഞ 9 മാസമായിട്ടും ഇല്ല. ഇതിൽ പ്രതിഷേധിച്ച CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി കാസർഗോഡ് കളക്ടറേറ്റിലെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ 9 മാസമായിട്ടും ഇല്ലാത്തതിനാൽ പൈവളികെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ താറുമാറായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി കാസർഗോഡ് കളക്ടറേറ്റിലെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത്. യുടെ അഭാവം കാരണം പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ദയനീയ അവസ്ഥ. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരോട് ഇക്കാര്യം നിരന്തരം ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. യെ നിയമിക്കാമെന്ന് ജോയിന്റ് ഡയറക്ടർ ഉറപ്പു നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫലമുണ്ടായില്ല. ഇതിൽ സഹികെട്ടാണ് ഭരണസമിതി സമരത്തിനിറങ്ങിയത്. അടിയന്തരമായും യെ നിയമിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പയ്യോളിക്ക ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 9 മാസമായി ഇല്ലാത്തൊരവസ്ഥയാണ്. 10,18,00,000 രൂപയാണ് നിർവഹണം നടത്തേണ്ട പദ്ധതികൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. അതിലാകെ 48 ലക്ഷം രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 4.79%. ഞങ്ങൾ നിരന്തരമായി കളക്ടറുമായി ബന്ധപ്പെട്ടു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടു, JD ആയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടു. ശരിയാക്കാമെന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒരു നടപടിയും ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾ ഭരണസമിതി ഐകകണ്ഠ്യേന തീരുമാനിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് ജയന്തി, വൈസ് പ്രസിഡന്റ് പുഷ്പലക്ഷ്മി N, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൾ റസാഖ് ചിപ്പാർ, സെഡ്ഡെ കയ്യാർ, അംഗങ്ങളായ ശ്രീനിവാസ ഭണ്ഡാരി, അബ്ദുള്ള K, സീതാരാമ ഷെട്ടി, സുനിത വാൾട്ടി ഡിസോസ, അശോക ഭണ്ഡാരി, ഗീത, മമത M, കമല P, റഹ്മത്ത് K എന്നിവർ നേതൃത്വം നൽകി. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലെ അഭിജിത്തിനെ റെയിൽപാളത്തിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ട്രെയിൻ അടുത്തെത്തിയപ്പോഴുണ്ടായ ഞെട്ടലിൽ അപകടമുണ്ടായതാകാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന. തൃക്കരിപ്പൂർ കരോളത്തിനടുത്ത് റെയിൽപാളത്തിനരികിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് ചന്തേര പോലീസ് കേസെടുത്തു. കൊയ്യോങ്കരയിലെ അഭിജിത്തിന്റെ മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പോലീസ് നടപടി. തിങ്കളാഴ്ച രാത്രി 10:30 കൊയ്യോങ്കരയിൽ സൈക്കിൾ സർക്കസ് കലാപരിപാടി നടന്ന സ്ഥലത്ത് അഭിജിത്തും മറ്റു 3 പേരുമായി വാക്ക് തർക്കവും തുടർന്ന് അടിപിടിയും നടന്നിരുന്നു. ഇതിനിടയിൽ മരപ്പലക കൊണ്ട് അഭിജിത്തിന്റെ ശരീരത്തിൽ അടിയേറ്റിരുന്നു. രാത്രി തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഫുട്ബോൾ താരമായിരുന്ന അഭിജിത്തിന്റെ മരണം നാടിന്റെ ദുഃഖമായി മാറി. കാസർഗോഡ് ജില്ലാ ജൂനിയർ ടീമിലും പയ്യന്നൂർ കോളേജിന്റെ ടീമിലും നേരത്തെ മികച്ച ഗോൾ കീപ്പറായിരുന്നു. അതേസമയം ട്രെയിൻ അടുത്തെത്തുമ്പോഴുണ്ടായ ഞെട്ടലിൽ മറിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട് മരിച്ചതാകാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുള്ളതായാണ് വിവരം. എങ്കിലും കേസിൽ എല്ലാ സാധ്യതകളും പോലീസ് തേടുകയാണ്. കൊയ്യോങ്കരയിൽ സൈക്കിൾ സർക്കസ് കലാപരിപാടി നടന്ന സ്ഥലത്ത് രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ ഉൾപ്പെട്ട സംഘത്തെ ചന്തേര പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയെന്ന കേസിൽ യുവാവിന് 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ.
തളങ്കരയിലെ TK ദീക്ഷിതിനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജ് A മനോജ് ശിക്ഷിച്ചത്. 2016 മാർച്ചിൽ പല ദിവസങ്ങളിലായി ദീക്ഷിത് വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൾ റഹ്മാനാണ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രകാശ് അമ്മണ്ണായ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ 30 കാസർഗോഡ് ചട്ടഞ്ചാലിൽ നടക്കും. 6 മണിക്കൂർ നീളുന്ന മഹാസമ്മേളനത്തിൽ സമസ്തയുടെ കേന്ദ്ര മുശാവറാംഗങ്ങൾക്ക് പുറമെ മറ്റ് പ്രമുഖരും പങ്കെടുക്കും. 10,000 പ്രതിനിധികളടക്കം 1,00,000 പേർ സമ്മേളനത്തിന് എത്തും. 3 വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിയോടെയാണ് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്നത്. വിദ്യാഭ്യാസ, തൊഴിൽ, നൈപുണ്യ വികസന മേഖലകളിൽ ഗുണനിലവാരവും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഡിസംബർ 30 4 മണിക്ക് ചട്ടഞ്ചാൽ മാലിക് ദിന നഗറിലാണ് പരിപാടി. 6 മണിക്കൂർ നീളുന്ന മഹാസമ്മേളനത്തിൽ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾക്ക് പുറമെ മറ്റു പ്രമുഖരും പങ്കെടുക്കും. 10,000 പ്രതിനിധികളടക്കം 1,00,000 പേർ സമ്മേളനത്തിനെത്തും. വിപുലമായ ഒരുക്കങ്ങളാണ് സമ്മേളനത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗരിൽ ഡിസംബർ 30 വൈകുന്നേരം 4 മണി മുതലാണ് പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അരങ്ങേറുന്നത്. അതിന് മുന്നോടിയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സാംസ്കാരിക സമ്മേളന നഗരിയിൽ തന്നെ നടക്കുന്നു. കർണാടക സ്പീക്കർ UT ഖാദർ സാഹിബ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റു പ്രമുഖരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, സയ്യിദ് മുനീർ ഔദൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുളു കലണ്ടർ കാലകോന്തയുടെ പുതിയ പതിപ്പിന്റെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ തുളു അക്കാദമിയുടെ അംഗീകാരത്തോടെയുള്ള തുളു ലിപി പാഠപുസ്തകമായ തുളു കന്നഡ കലിക പുസ്തകവും പുറത്തിറക്കി. തുളുവിലെ സമഗ്രമായ ഉത്സവങ്ങൾ, മേളകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന തുളു കന്നഡ കാലകോന്തെ കലണ്ടർ തയ്യാറാക്കിയത് തുളുവിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലിപിയായ തൗളവയുടെ ഡിസൈനർ ഡോക്ടർ പ്രവീൺ രാജ് എസ് റാവു ആണ്. തൗളവ തുളു ലിപി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ 11 വർഷമായി എല്ലാ വർഷവും കലണ്ടറുകൾ ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. സത്യശങ്കര ബെന്ത്രോടുമാണ് ഇതിന് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പുതിയ വർഷത്തെ തുളു കലണ്ടറിൻ്റെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്നു. എന്നെ നെല്ലിക്കുന്നി MLA പ്രകാശനം നിർവഹിച്ചു. ജനുവരി പകുതിയിലാണ് ഈ തുളു വർഷം തുടങ്ങുന്നത്. മാത്രമല്ല നമ്മുടെ ഈ തുളു സംസ്കാരം ഏറ്റവും അധികം ഉള്ള ഒരു കാസർഗോഡ് ജില്ലയിൽ ഈ കലണ്ടർ വളരെയധികം പ്രയോജനകരമാണ്. കാരണം ധാരാളം ഉത്സവങ്ങൾ, ഈ തുളു സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കാസർഗോഡ്. അപ്പോൾ ഏതൊക്കെ ചടങ്ങുകളാണ്, ഏതൊക്കെ ആഘോഷമാണ് ഈ തുളു സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുളു അക്കാദമിയുടെ അംഗീകാരത്തോടെ തുളുലിപി പാഠപുസ്തകമായ തുളു കന്നഡ കലിക പുസ്തകത്തിൻ്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മുൻ തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് ഷാലിയാൻ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ പ്രവീൺ രാജ് എസ് റാവു, രാമകൃഷ്ണ എസ്, മാധ്യമപ്രവർത്തകർ എന്നിവരും പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് ചേടിക്കാന AJBSൽ തുടക്കമായി. സ്നേഹാരാമം പദ്ധതി വിളംബര ജാഥയോടെയാണ് NSS ക്യാമ്പിന് തുടക്കമായത്. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് ചേടിക്കാന AJBSൽ തുടക്കമായി. സ്നേഹാരാമം പദ്ധതി വിളംബര ജാഥയോടെയാണ് NSS ക്യാമ്പിന് തുടക്കമായത്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത B ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ചെങ്കള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം എടനീർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TM ശ്രീജ, PTA പ്രസിഡന്റ് ഇബ്രാഹിം മൗലവി, മാനേജർ കൃഷ്ണ ആൽവ, സ്കൂൾ HM ബേബി സവിത, കൺവീനർമാരായ ഗംഗാധരൻ ചേടിക്കാന, ദാമോദരൻ ചേടിക്കാന, ബഡുവൻ കുഞ്ഞി നെക്രാജ, അധ്യാപകരായ പ്രഭാകരൻ, പ്രവീൺ കുമാർ, സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ IK വാസുദേവൻ സ്വാഗതവും ലീഡർ ശിവദ നന്ദിയും പറഞ്ഞു. വൈകിട്ട് നടന്ന തൊഴിലുറപ്പ് പരിചയം എന്ന പരിപാടിയിൽ ബദിയടുക്ക പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേറ്റ് നാരായണി പൊയ്യക്കണ്ടം, രാഗിണി ചേടിക്കാന തുടങ്ങിയവരുമായി NSS വളണ്ടിയർമാർ സംവദിച്ചു. നാടൻ കൃഷിപ്പാട്ടുകളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്തിലെ ശിരിബാഗലുവിൽ സ്ഥാപിച്ച ശിരിബാഗലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ധർമ്മസ്ഥല ധർമാധികാരി പത്മവിഭൂഷൺ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗഡെ വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ നാടിന് സമർപ്പിച്ചു. യക്ഷഗാന കലയുടെ സർവോന്മുഖമായ പരിപോഷണം ലക്ഷ്യമാക്കിയാണ് ശിരിബാഗലുവിൽ ശിരിബാഗലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ സ്ഥാപിച്ചത്. 2.25 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് പ്രമുഖ യക്ഷഗാന ഗവേഷകനും പരിപോഷകനും ഗ്രന്ഥകാരനുമായ ശിരിബാഗലു വെങ്കപ്പയ്യയുടെ സ്മരണയ്ക്കായി രൂപവൽക്കരിച്ച ട്രസ്റ്റ് യക്ഷഗാന മ്യൂസിയം നിർമ്മിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ ധർമ്മസ്ഥല ധർമാധികാരി പത്മവിഭൂഷൺ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഡെ വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ നാടിന് സമർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അധ്യക്ഷത വഹിച്ചു. ഇതിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാമുഖ്യം കിട്ടണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ചവിട്ടി നിരത്തി ലോകം ഒരു കൊച്ചു ഗ്രാമമായി മാറിയിരിക്കുന്നു. ഗ്ലോബൽ വില്ലേജ്. ഒരു ഫുട്ബോളിന്റെ വലിപ്പം മാത്രമാണ് ഇന്ന് ലോകത്തിനുള്ളത്. അതുകൊണ്ട് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഇത്തരമൊരു കലാകേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ലോകം മൊത്തം ഇതിന്റെ പ്രശസ്തി നമുക്ക് കൊടുക്കാൻ കഴിയും. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി, യോഗാനന്ദ സരസ്വതി സ്വാമി എന്നിവർ ಆಶೀರ್ವಚನ ಪ್ರಭಾಷಣ നടത്തി. ಈ ಸಾಂಸ್ಕೃತಿಕ ಭವನ ಪ್ರದರ್ಶನಕ್ಕೆ ಇರುವಂತಹ ಎಲ್ಲ ಯೋಗ್ಯತೆಗಳನ್ನು ಹೊಂದಿಕೊಂಡು ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಒಂದು ಉತ್ತಮವಾದಂತಹ ಒಂದು ಮ್ಯೂಸಿಯಂ, ಅಂತೆಯೇ ಸಂದು ಹೋದಂತಹ ಎಷ್ಟೋ ಕಲಾವಿದರ ಕುರಿತಾಗಿ ಮಾಹಿತಿಗಳು ಈ ರೀತಿಯಲ್ಲಿ ಒಂದು ಅಧ್ಯಯನ ಯೋಗ್ಯವಾಗಿ ಯಕ್ಷಗಾನದ ಬಗ್ಗೆ ಸಂಶೋಧನೆ ಮಾಡುವವರಿಗೆ ಒಂದು ಮೂಲವಸ್ತುವಾಗಿ ಇವತ್ತು ಇದು ನಿರ್ಮಾಣಗೊಂಡಿದೆ. ಈ ಪ್ರತಿಷ್ಠಾನವನ್ನು ಇಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡುವ ಮೂಲಕ ಈ ಹಳ್ಳಿಗೆ ನೀವೆಲ್ಲ ಆಗಾಗ ಬರುವಂತೆ ಅವರು ದೊಡ್ಡ ಸಾಧನೆ ಮಾಡಿದ್ದಾರೆ. ಇಲ್ಲಾಂದ್ರೆ ನಾವೆಲ್ಲ ಇಲ್ಲಿ ಈ ಹೊತ್ತಲ್ಲಿ ಇಲ್ಲಿ ಸೇರ್ತೇವೆ. ಇನ್ನು ಇಲ್ಲಿ ಕಾಣುವಂತಹ ಈ ಸಾಧನೆ ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಈ ಪರಂಪರೆಯನ್ನ ആസ്വാദിಸುವಂತಹ ಒಂದು ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟಿದೆ. എന്നെ നെല്ലിക്കുന്ന MLA, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണ, ഹരികൃഷ്ണ പുനരൂർ, പ്രദീപ് കുമാർ കൽക്കൂറ, പ്രകാശ് മത്തിഹള്ളി, രാമകൃഷ്ണ മയ്യ, രാജാറാം റാവു, യോഗീഷ് റാവു ചിക്കുറുപാതെ തുടങ്ങിയവർ സംസാരിച്ചു. മറയലാക മഹാനുഭാവറു, സരി കന്നഡ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം, ധർമ്മസ്ഥല മേളത്തിന്റെ നന്ദി നന്ദിനി യക്ഷഗാനാവതരണം എന്നിവ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർകോട്ടെ ഡോക്ടർ റോഷിദാസ് വിമൻസ് ഹെൽത്ത് ക്ലിനിക്കിൽ കുട്ടികൾക്കായുള്ള വിന്റർ യോഗ ക്യാമ്പിന് തുടക്കമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് നടന്നുവരുന്നത്. ഡിസംബർ 30-ന് ക്യാമ്പ് സമാപിക്കും. ആരോഗ്യ പരിപാലന രംഗത്തെ മികവിലൂടെ കാസർഗോഡിന്റെ മുഖമുദ്രയായി മാറിയ മധൂർ റോഡിലെ കോട്ടക്കണി ജംഗ്ഷനിലെ ഡോക്ടർ റോഷിദാസ് വിമൻസ് ഹെൽത്ത് ക്ലിനിക്കിൽ 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള വിന്റർ യോഗ ക്യാമ്പിന് ചൊവ്വാഴ്ചയാണ് തുടക്കമായത്. ക്യാമ്പിൽ 20ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും യോഗയെ മുൻനിർത്തി ആരംഭിച്ച ക്യാമ്പിൽ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരിപാടികളാണ് നടന്നുവരുന്നത്. ആട്ടവും പാട്ടും ചിത്രരചനയും എല്ലാം പരിപാടികളിൽ ഉൾപ്പെടുന്നു. കുട്ടികളിൽ കൃഷിയുടെ ആദ്യ പാഠം എന്ന നിലയിലുള്ള സീഡ് ജെർമിനേഷൻ കൗതുകമുണർത്തുന്നതാണ്. ക്ലിനിക്കിന് സമീപത്തെ സൗകര്യത്തിലാണ് വിത്തിട്ടത്. മെമ്മറി ഗെയിമുകളും വിവിധ കലാപരിപാടികളും ക്യാമ്പിനെ ശ്രദ്ധേയമാക്കുന്നു. ക്യാമ്പിന്റെ ഭാഗമായി അമ്മമാർക്കായി യോഗയും സംഘടിപ്പിച്ചു.
6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സെക്ഷൻ 12 മണിക്കാണ് സമാപിക്കുന്നത്. ഡോക്ടർ റോഷിത, ഡോക്ടർ അമൃത, ഡോക്ടർ വജ്രാക്ഷി, ഡോക്ടർ സുരക്ഷ, ഡോക്ടർ തമന്ന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കുട്ടികൾക്കൊപ്പമുണ്ട്. ക്യാമ്പ് ഡിസംബർ 30-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വാട്ടർ അതോറിറ്റിയിൽ കരാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതായി സംയുക്ത സമരസമിതി. ചില വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ജില്ലാ ലേബർ ഓഫീസറും ഇതിന് കൂട്ടുനിൽക്കുന്നതായും തൊഴിലാളി നേതാക്കൾ ആരോപിച്ചു. കരാറുകാരന് കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് 2021 ഡിസംബർ മാസം മുതൽ 18% GSTയും 1% ആദായ നികുതിയും 1% കരാറുകാരുടെ ക്ഷേമനിധിയും 5% കരാറുകാർക്കുള്ള ലാഭവിഹിതവും കഴിച്ച് 75% മാത്രമാണ് 2023 മാർച്ച് വരെ വിതരണം ചെയ്തിരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ തൊഴിലാളികൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ലഭിക്കുന്നില്ല. GST പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവകേരള സദസ്സിൽ തൊഴിലാളികൾ നൽകിയ പരാതി പരിഹരിച്ചതായി ജില്ലാ ലേബർ ഓഫീസർ തെറ്റായ മറുപടി നൽകിയതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി കരാറുകാരൻ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ മുൻപ് നൽകിയ പരാതിയും ഇതേ ഓഫീസർ കാരണമില്ലാതെ നിരാകരിച്ചിരുന്നതായും തൊഴിലാളി നേതാക്കൾ ആരോപിച്ചു. നമ്മൾ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ കൃത്യമായിട്ടും ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ലേബർ ഓഫീസറും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പരാതി നൽകിയിട്ടും ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയത് അതേ ലേബർ ഓഫീസർ തന്നെയാണുള്ള വിചിത്രമായ ഒരു സാങ്കത്യം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായി വകുപ്പുകൾ പ്രകാരം തന്നെ ലേബർ ഓഫീസർക്ക് ചൂണ്ടിക്കാട്ടിയിട്ടും കരാറുകാരനെയും വാട്ടർ അതോറിറ്റിയിലെ ചില ജീവനക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവരൊക്കെ മുൻപോട്ട് പോകുന്നത്. രജിസ്ട്രേഷൻ കാർഡ് എന്താണ്, തൊഴിലാളികളുടെ രജിസ്റ്റർ ബുക്ക് എന്താണ് എന്ന് അറിയാത്ത ആളുകളാണ് ഇന്ന് ജില്ലാ ലേബർ ഓഫീസിൽ പ്രവൃത്തി ചെയ്യുന്നത്. അതിൻ്റെ തിക്താനുഭവമാണ് ഈ തൊഴിലാളികൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എങ്കിൽ ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. സംയുക്ത ഭരണസമിതി ജില്ലാ കൺവീനർ സുരേഷ് പുതിയടത്ത്, ചെയർമാൻ പി സുർജിത്ത്, സി വിജയൻ, സിദ്ദിഖ് കൊടിയമ്മ, സുരേഷ് കാട്ടിയെടുക്കും എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ പാറ ഫ്രണ്ട്സ് ക്ലബിന്റെ 30ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി മെയ് 5-ന് ഉദുമ ഹൈസ്കൂൾ മൈതാനത്ത് സിനിമാ ഗാന മത്സര റിയാലിറ്റി ഷോ സംഘടിപ്പിക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡും ഫലകങ്ങളും നൽകും. മധു പാറയുടെ സ്മരണയ്ക്ക് മധുഗീതങ്ങൾ എന്ന പേരിൽ കണ്ണൂർ, കാസർഗോഡ് തലങ്ങളിലെ 10 മികച്ച ഗായകരെ ഓഡിഷനിലൂടെ കണ്ടെത്തിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് 15,030, 10,030, 7,030 എന്നിങ്ങനെ ക്യാഷ് അവാർഡും ഫലകങ്ങളും നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ജനുവരി 31-നുള്ളിൽ പാടിയ പാട്ടിന്റെ പല്ലവിയും അനുപല്ലവിയും വീഡിയോ ആയി 0015508470036 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ഏപ്രിൽ 22-ന് ജില്ലാതല കമ്പവലി മത്സരവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്ലബിൻ്റെ ഒരു 30ാം വാർഷികത്തിൻ്റെ ഒരു വലിയൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. അത് മെയ് 6-നാണ്. അത് നമ്മൾ സാധാരണ റിയാലിറ്റി ഷോ പോലുള്ള ഒരു പ്രോഗ്രാമാണ്. കണ്ണൂർ, കാസർഗോഡ് നടത്തുന്ന മത്സരാർത്ഥികളെ എൻട്രി ക്ഷണിച്ചിട്ട് ഓഡിഷനിലൂടെ 20 ആൾക്കാരെ മത്സരവേദിയിൽ ഓഡിഷനിൽ തിരഞ്ഞെടുത്തിട്ട് 10 പേരെ മത്സരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് വിജയികൾക്ക് ഫസ്റ്റ് പ്രൈസ് 15, 10, 7 എന്നീ രീതിയിൽ ക്യാഷ് കൊടുക്കുന്നു. ക്ലബ് പ്രസിഡന്റ് ബി രത്നാകരൻ, സെക്രട്ടറി കെ കൃഷ്ണൻ പാറ, കെ വി പുരുഷോത്തമൻ, സി എസ് സുർജിത്ത്, ഭാസ്കരൻ കുണ്ടുക്കം, പി കെ ഭാസ്കരൻ, ബി ശരത്, കെ സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉളിയത്തടുക്ക സൺഫ്ലവർ ഹാളിൽ സംഘടിപ്പിച്ച കുരുന്ന് ബാല്യങ്ങളുടെ സർഗോത്സവം അൽബിർ സ്കൂൾ ഫെസ്റ്റ് വർണ്ണാഭമായി. മുട്ടത്തോടി ഹിദായത്ത് നഗർ, ഹിദായത്തു സുബിയാൻ, അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രീ പ്രൈമറി 1-2 ക്ലാസുകളിലെ 68ഓളം കുരുന്നുകൾ ഖുറാൻ പാരായണം, അറബി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലായി കവിത ചൊല്ലൽ, കഥ പറയൽ, കൂടാതെ ദഫ് കളി, അറബി സംഘഗാനം, കോൽക്കളി, ഒപ്പന, സമൂഹഗാനം തുടങ്ങി വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
സർഗോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മുട്ടത്തോടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ കരീം ഫൈസി കുൻതൂർ ഉദ്ഘാടനം ചെയ്തു. ഹിദായത്തുസിബ് യാൻ അൽബിർ സ്കൂൾ കോർഡിനേറ്റർ PA അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. ഉളിയത്തെടുക്ക റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സയ്യിദ് MSc പൂക്കോയ തങ്ങൾ അൽഹാദി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹിദായത്തുസിബ് യാൻ ഹയർ സെക്കൻഡറി മദ്രസ സ്വദർ മുഅല്ലിം മുഹമ്മദ് ഷഫീഖ് അസ്നവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ബുക്കിംഗ് ലോഞ്ചിംഗ് ഉസ്താദ് അബ്ദുൽ കരീം ഫൈസി നിർവഹിച്ചു. കോർഡിനേറ്റർ PA അബ്ദുൽ ജലീലിന് ഫോർഫ്രണ്ട്സ് ഏർപ്പെടുത്തിയ പ്രത്യേക ഉപഹാരം ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. കാസർഗോഡ് കേളുകുട്ടെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ 8 മണിക്ക് ദേവരകുട്ടെ ശ്രീശൈല മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിച്ച കലവറ ഘോഷയാത്രയോട് കൂടിയാണ് കേളുകുട്ടെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം വാർഷിക മഹോത്സവത്തിന് തുടക്കമായത്. ഭക്തിയുടെ നിറവിൽ നടന്ന കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ശ്രീ അയ്യപ്പ ഭജനാ മന്ദിരത്തിൽ ഡിസംബർ 27 ബുധനാഴ്ച മുതൽ ഡിസംബർ 31 ഞായറാഴ്ച സൂര്യോദയം വരെ നടക്കുന്ന 40ാം വാർഷിക മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 9 മണിക്ക് സർവഭക്തജനങ്ങളുടെയും പൂർണ്ണതയ്ക്കായി സാമൂഹിക ശ്രീ സത്യനാരായണ പൂജ, 9:30 സർവാഭീഷ്ടസിദ്ധിക്കായി നാഗതന്ത്രി. 28 വ്യാഴാഴ്ച ഗണപതി ഹോമം, ശുദ്ധികലശം, പൂജ, പ്രസാദ വിതരണം ചടങ്ങുകളും ധാർമ്മിക സഭയും നടക്കും. പ്രമുഖർ ധാർമ്മിക സഭയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. 7 മണിക്ക് ദീപപ്രതിഷ്ഠ, ഭജന, പൂജ, പ്രസാദ വിതരണം, നൃത്തവൈഭവം എന്നിവയും നടക്കും. 29 വെള്ളിയാഴ്ച ഗണപതി ഹോമം, ശ്രീശാസ്ത അഷ്ടോത്തര ശതനാമാവലി, സാമൂഹിക സത്യനാരായണ പൂജ, നാഗദമ്പില, ആശ്ലേഷബലി, പൂജ, പ്രസാദ വിതരണം, യക്ഷഗാന ബയലാട്ട, ഭജന, സഹസ്ര ദീപോത്സവം, പൂജ, പ്രസാദ വിതരണം, ഗാനമേള എന്നിവ നടക്കും. 30 ശനിയാഴ്ച ഗണപതി ഹോമം, സാമൂഹിക ശനീശ്വര പൂജ, മഹാപൂജ, പ്രസാദ വിതരണം, ഭക്തിഗാനസുധ, ദീപപ്രതിഷ്ഠ, ഭജന, ശോഭയാത്ര, മഹാപൂജ, പ്രസാദ വിതരണം, കരിമരുന്ന് പ്രയോഗം എന്നിവ ഉണ്ടാകും. 31 ഞായറാഴ്ച രാവിലെ സൂര്യോദയത്തിൽ ദീപവിസർജനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 30 നടക്കും. പ്ലാറ്റിനം ജൂബിലി ഹാളിന്റെ സമർപ്പണവും പുതിയ കെട്ടിടത്തിന്റെ നാമകരണവും അന്നേ ദിവസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2023 ഫെബ്രുവരി 4 കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആയിരുന്നു ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചെറുതും വലുതുമായ 75 പരിപാടികളോടുകൂടി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ 30 സമാപനം കുറിക്കും. ഡിസംബർ 30 MP രാജ്മോഹൻ ഉണ്ണിത്താൻ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനാവും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30 മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് വിദ്യാർത്ഥികളുമായി നടത്തുന്ന സ്നേഹ സംവാദം നടക്കും. ഉദ്ഘാടന പരിപാടികളോടനുബന്ധിച്ച് അധ്യാപികമാരും വിദ്യാർത്ഥികളുമടക്കം 75 കലാകാരന്മാർ അണിനിരക്കുന്ന നൃത്തശില്പവും അരങ്ങേറും. കൂടാതെ അന്താരാഷ്ട്ര പ്രശസ്തനും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ മെന്റലിസ്റ്റ് ആദിയുടെ മെഗാ ഷോയും അരങ്ങേറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ K. വേണുഗോപാലൻ നമ്പ്യാർ, PTA പ്രസിഡന്റ് V. ശ്രീജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N. വേണുനാഥൻ, ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ മേലത്ത, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MK വിനോദ് കുമാർ, കൺവീനർ ഗോപി മുളവന്നൂർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ P. പ്രവീൺ കുമാർ, കൺവീനർ JN KV, വിനോദ് പുറവങ്കര, അഡ്വക്കേറ്റ് M. ആശാലത, K. വിജയകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി 1 വർഷം നീളുന്ന 30ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഒരുക്കം തുടങ്ങി. ഫൈൻ ആർട്സ് ഹാളിൽ സംഘാടക സമിതി യോഗം ചേർന്നു. കലാസാംസ്കാരിക മേഖലയിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി 1 വർഷം നീളുന്ന 30ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഒരുക്കം തുടങ്ങി. ഫൈൻ ആർട്സ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം മഹേഷ് വെങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഓർമ്മയില്ല, അക്ഷര ഫൈനാൻസ് സൊസൈറ്റി സംഘടിപ്പിച്ചതിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആരെയും
101 ആളുകൾ തമ്മിലുള്ള കമ്പവലി മത്സരം ഈ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ ഭാഗത്താണ് സംഘടിപ്പിച്ചത്. നമ്മളെല്ലാം ചെറിയ പ്രായത്തിലാണ് പരിപാടി നടക്കുന്നത്. അന്നത്തെ ആ ഒരു സംഘാടനം ആ തലത്തിലേക്ക് വീണ്ടും ഈ സംഘടനയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ 30ാം വാർഷികം അതിനൊരു നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രസിഡന്റ് പി.കെ. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ.വി. ഭാസ്കരൻ, രമേശൻ മടിക്കുന്ന്, എം.പി. ജയരാജ്, ഒ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കണ്ണങ്കൈ കുഞ്ഞിരാമൻ, കെ.കെ. കുമാരൻ മാസ്റ്റർ, പി.വി. ബാലകൃഷ്ണൻ, എ. കരുണാകരൻ എന്നിവർ സംസാരിച്ചു. കണ്ണങ്കൈ കുഞ്ഞിരാമൻ ചെയർമാനും പി.കെ. ഭാസ്കരൻ വർക്കിംഗ് ചെയർമാനും കെ.കെ. കുമാരൻ മാസ്റ്റർ ജനറൽ കൺവീനറും രമേശൻ മടിക്കുന്ന് കൺവീനറും കെ. കരുണാകരൻ ട്രഷററുമായി 101 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാവുങ്കാൽ ജിംഖാന കമ്പവലി ടീം അഖില കേരള കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. സബീഷ് ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ ജിംഖാന കമ്പവലി ടീമാണ് അഖില കേരള കമ്പവലി മത്സരം സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. സബീഷ് ഉദ്ഘാടനം ചെയ്തു. ജിംഖാന കമ്പവലി ടീം മാവുങ്കാൽ പ്രസിഡന്റ് എം. കൃപേഷ് അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് അംഗങ്ങളായ കെ. ആർ. ശ്രീദേവി, സിന്ധു ബാബു, ഫെഡറേഷൻ ഓഫ് ടഗ് ഓഫ് UAE കമ്മിറ്റി സെക്രട്ടറി അശോകൻ രാവണേശ്വരം എന്നിവർ സംസാരിച്ചു. ജിംഖാനയുടെ ആദ്യകാല വടംവലി താരങ്ങളായ എം. ഗംഗാധരൻ, എം. കരുണാകരൻ, എം. പ്രഭാകരൻ, എം. രമേശൻ, എം. രത്നാകരൻ, എം. മധുസൂദനൻ, കെ. ശിവൻ, എം. വി. മുരളീധരൻ, അരവിന്ദൻ പുതിയകണ്ഠം എന്നിവരെ ആദരിച്ചു. ക്ലബ് സെക്രട്ടറി രാജീവൻ 7 മൈൽ സ്വാഗതവും ജിനേഷ് കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. 30 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഐക്കോണിക് FC മടിക്കൈ 1ാം സ്ഥാനം നേടി. കനക സ്റ്റീൽ മാവുങ്കാൽ 2ാം സ്ഥാനവും തെക്കൻ ഫൈറ്റേഴ്സ് UAE, ടൗൺ ടീം ഉദുമ എന്നിവർ 3ഉം 4ഉം സ്ഥാനങ്ങൾ നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന് വാഴക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. രമാ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന് വാഴക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. രമാ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്യുമ്പോൾ നാളെ നമ്മളൊരു വളർന്ന് ഒരു ഇതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ എന്തെങ്കിലും ആവൂലേ? ആവണം. ഉദ്യോഗസ്ഥർ മാത്രമായാൽ മതിയാ കേട്ടോ, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പർമാരോ ആരെങ്കിലും ആവണ്ടേ? സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ എ. വേലായുധൻ അധ്യക്ഷനായി. ഹോസ്ദുർഗ് GHSS പ്രിൻസിപ്പൽ AV സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം ഓഫീസർ CK അജിത് കുമാർ, വാർഡ് കൗൺസിലർ വന്ദന ബൽരാജ്, ബിജു തുമ്പയിൽ, VV രഞ്ജിരാജ്, PV കുഞ്ഞിക്കണ്ണൻ, ബാബു കോട്ടപ്പാറ, രതീഷ് കരിമ്പിൽ, ബിജി ബാബു, M. രാജീവൻ, ഡോക്ടർ OC കൃഷ്ണൻ, PP ബാബുരാജ്, V. നിഷാന്ത് മാസ്റ്റർ, P. മനോജ് കുമാർ, K. മോഹനൻ, തേജസ് ജനൻ, TM നീരജ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ TV സനിൽകുമാർ നന്ദി പറഞ്ഞു. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈവളികെ പഞ്ചായത്തിൽ കഴിഞ്ഞ 9 മാസമായിട്ടും AE ഇല്ല. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലെ അഭിജിത്തിനെ റെയിൽപാളത്തിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ 30 ചട്ടഞ്ചാലിൽ. 10,000 പ്രതിനിധികളടക്കം 1,00,000 പേർ സമ്മേളനത്തിനെത്തും. തുളു കലണ്ടർ കാലക്കോന്തയുടെ പുതിയ പതിപ്പിന്റെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്നു. തുളുലിപി പാഠപുസ്തകവും പുറത്തിറക്കി. ശിരിബാഗിലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ നാടിന് സമർപ്പിച്ചു. പത്മവിഭൂഷൺ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റിയിൽ കരാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതായി സംയുക്ത സമരസമിതി. ചില ഉദ്യോഗസ്ഥരും ജില്ലാ ലേബർ ഓഫീസറും ഇതിന് കൂട്ടുനിൽക്കുന്നതായും നേതാക്കൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.